അമ്മ അപ്പൊ കടലേക്ക് വെള്ളത്തിട്ടുണ്ട് അല്ലേ? വെള്ളത്തിലിട്ട് അപ്പൊ നമുക്ക് ചെന്ന മസാല ഉണ്ടാക്കാൻ പോവാണ് അല്ലേ? അപ്പൊ അതില് കുറച്ച് ഉപ്പിട്ടിട്ട് വേകാൻ വെക്കാൻ പറഞ്ഞിട്ടാണ്. ഓ, ഒരു 3-4 വിസിലടിച്ചാൽ റെഡിയായി. ഉരുളി അടുപ്പത്ത് വെച്ചു അല്ലേ? അപ്പൊ നമ്മ കടല വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ അതിന് ഉള്ള സവാള വതക്കാൻ വേണ്ടിട്ട് ഇതാമ്മ കുറച്ച് ഓയിൽ ഒഴിക്കണം. ഓയിലല്ലേ? ഇതാ ജീരകം ഇടുന്നു, നല്ല ജീരകം. നല്ല ജീരകം. സവാള ചെറുതാക്കി കുനുകുനാന്നാണ് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ. തന്നെ അതിന് സവാളയൊക്കെ ഒരുവിധം ആയി. അപ്പോൾ അതാ എനിക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അങ്ങനെ സവാളയൊക്കെ അതാ ഒരുവിധം എല്ലാം ആയി, സെറ്റായി. അമ്മ അപ്പോൾ അതിലേക്ക് വേണ്ട പൊടികൾ, ആവശ്യത്തിനുള്ള പൊടികൾ ഇടുന്നു. ഇത് കാശ്മീരി മുളക് പൊടി, അതാണ് കുറച്ച് കൂടുതൽ ഇടുന്നത് അല്ലേ? കളറ് കിട്ടാൻ. ഇത് നമ്മുടെ സാധാ മുളക് പൊടി. ഇത് മല്ലിപ്പൊടി, ഇത് മഞ്ഞൾപ്പൊടി, ഇത് ചിക്കൻ മസാല, ഇത് ഗരം മസാല, ഇത് ജീരകപ്പൊടി, ഇത് ചെന്ന മസാല. ഉപ്പ് അമ്മ ആവശ്യത്തിന് കടലിൽ വേകാൻ വെക്കുമ്പോൾ തന്നെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഈ പൊടികളെല്ലാം ഇതാ മാടി സെറ്റായി. അപ്പം നമ്മൾക്ക് അതിൽ കുറച്ച് തക്കാളി അരച്ച് ചേർത്തണം. അപ്പം അത് കൂട്ടാൻ ഒരു ചന്തവും കിട്ടും, ടേസ്റ്റും ഉണ്ടാകും, ഒരു ഭംഗിയായി, കൊഴുപ്പും ഉണ്ടാവും അല്ലേ? അങ്ങനെ ഈ പൊടികളെല്ലാം ഇട്ട് എല്ലാം സെറ്റായി വഴക്കിയ ശേഷം ഇതാ കടല വേവിച്ചത് നമ്മൾ ഇട്ട് കൊടുക്കണം. ഈ ഗ്രേവി കടലേക്ക് ഒന്ന് യോജിപ്പായി കഴിഞ്ഞു. കൂട്ടാൻ്റെ പുട്ടം വിട്ടാൻ കഴിഞ്ഞു. അങ്ങനെ കൂട്ടാനൊക്കെ ഇതാ സെറ്റായി. അപ്പം അത് നമ്മൾക്ക് ഇതൊരു ടേസ്റ്റിനും ഒരു മണവും എല്ലാം ഉണ്ടാകാൻ വേണ്ടി കസ്തൂരി മേത്തി എന്നുള്ള ഒരു സാധനം ഇതാ അമ്മ കുറച്ചിട്ട് കൊടുക്കണം. കസ്തൂരി മേത്തി അല്ലേ? അതിൻ്റെ ഒപ്പം തന്നെ ഈ എരിവ് പുളിപ്പ് ഇതൊക്കെ ഒന്ന് താഴെ കുറച്ച് പഞ്ചസാര അല്പം. അപ്പൊ എരിവും പുളിയും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ആവും അല്ലേ? അങ്ങനെ കൂട്ടാനൊക്കെ റെഡിയായി. അപ്പൊ ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്തിണ്ടമ്മ. ബട്ടർ അല്ലേ? മല്ലിയില, കുറച്ച് മല്ലിയില. അപ്പൊ അമ്മ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താണ് വിവരം, നന്നായിട്ടുണ്ടോ എന്നൊക്കെ അമ്മയ്ക്ക് വിവരം അറിയിക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. അമ്മയുടെ കടലക്കറിയൊക്കെ റെഡിയായി. ഈ ബട്ടറും മല്ലിയിലൊക്കെ ഫിനിഷിങ് ചേർക്കുമ്പോൾ ഒരു നല്ലൊരു മണവും ടേസ്റ്റും കിട്ടും. അപ്പം നിങ്ങളും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.